കോതമംഗലത്ത് വികസന മുരടിപ്പാണെന്ന് ആരോപിച്ച് NDAയുടെ ആഭിമുഖ്യത്തിൽ MLA ഓഫീസിലേക്ക് മാർച്ച് നടത്തി. വഴിമധ്യേ തടഞ്ഞതിനെ തുടർന്ന് സമരക്കാരും പോലീസും തമ്മിൽ നേരിയ സംഘർഷാവസ്ഥയുണ്ടായി. കോതമംഗലത്തിന്റെ വികസന മുരടിപ്പിനെതിരെ NDA നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള ഇപ്പോൾ സാമൂഹികമായും സാമ്പത്തികമായും വലിയ പ്രാധാന്യമുള്ള മലയോര മേഖലകളെയും വികസന സാധ്യതകളെയും ഒരുമിപ്പിക്കുന്ന നിയോജകമണ്ഡലത്തിൽ കഴിഞ്ഞ 10 വർഷമായി ഒരു വികസന പ്രവർത്തനവും നടത്താതെ കോതമംഗലം നിയോജകമണ്ഡലത്തിൽ വികസന പ്രവർത്തനങ്ങളൊന്നും നടക്കുന്നില്ലെന്ന് ആരോപിച്ച് NDA നിയോജകമണ്ഡലം കമ്മിറ്റിയാണ് MLA ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. ഹൈറേഞ്ച് ജംഗ്ഷന് സമീപത്ത് വെച്ച് സമരക്കാരെ പോലീസ് തടഞ്ഞതിനെ തുടർന്ന് നേരിയ സംഘർഷാവസ്ഥയുണ്ടായി. പിന്നീട് നടത്തിയ ധർണ BJP സംസ്ഥാന സെക്രട്ടറി രേണു സുരേഷ് ഉദ്ഘാടനം ചെയ്തു. അഡ്വക്കേറ്റ് സൂരജ് ജോൺ അധ്യക്ഷത വഹിച്ചു. PP സജീവ്, ET നടരാജൻ, അജി നാരായണൻ, MA വാസു, മനോജ് മനക്കേക്കര, മനോജ് ഇഞ്ചൂർ, അനന്തു സജീവൻ, അരുൺ നെല്ലിമറ്റം, സിന്ധു പ്രവീൺ, തിലകൻ തുടങ്ങിയവർ പങ്കെടുത്തു. പ്രവർത്തകർ വീട് വീടാന്തരം അഭിപ്രായങ്ങൾ ആരാധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ പാർട്ടി നിർബന്ധിതരാക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇപ്രകാരം ഒരു മാർച്ച് നടത്തുവാനായിട്ട് എന്താണ് കാരണം നമ്മൾ പാർട്ടി പ്രവർത്തകർ ഓരോ വീടുകളിലും പാർട്ടിയുടെ പ്രചരണവുമായി മുന്നോട്ട് പോയപ്പോൾ നമ്മൾക്ക് കിട്ടിയ ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് മതിയായി MLA. ഈ കോതമംഗലത്തിന് ഈ MLA മതിയായി എന്നാണ് പറയുന്നത്. കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് ഈ കേരളത്തിൽ പറയത്തക്ക എന്തെങ്കിലും നിയോജക മണ്ഡലത്തിൽ പറയത്തക്ക എന്തെങ്കിലും ഒരു വികസന പ്രവർത്തനം എടുത്തു കാണിക്കുവാൻ ഈ MLAക്ക് ഇല്ല എന്ന് മാത്രമല്ല, കഴിഞ്ഞ 10 വർഷങ്ങൾക്ക് മുമ്പ് വിദ്യാഭ്യാസപരമായും വ്യാവസായികപരമായും ഒക്കെ മുന്നിൽ നിന്നിരുന്ന ഈ കോതമംഗലം നിയോജക മണ്ഡലം ദിനം പ്രതി കീഴ്പോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. GTV ന്യൂസ് കോതമംഗലം.